ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതായത് നമ്മൾ കേരള PSC അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് എക്സാമിനേഷൻ സിലബസിൻ്റെ 10th മൊഡ്യൂളായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ലോജിക്ക് വെച്ച്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല, ഇതെന്തായാലും ചോദിക്കുമെന്നുള്ളൊരു ഗ്രൂപ്പിലൊന്നും പെടുത്തുന്നില്ല. എന്നാലും എനിവേ ചോദിക്കാൻ സാധ്യതയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ +1 കൊമേഴ്സ് ഓൺവേർഡ്സ് മുതൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. അപ്പോൾ എന്നിരുന്നാലും തന്നെ നിങ്ങൾ ഈ വീഡിയോ സില്ലാക്കി കളയാണ്, ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. ക്വസ്റ്റ്യൻസും ചെറിയ തരത്തിലുള്ള ഒരു ആൻസർ ടിപ്പും ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വേർഷനിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഓരോ ക്വസ്റ്റ്യനും ഓരോന്ന് ഇൻഡിവിജ്വലി അനലൈസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ പറയുന്ന വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് ഓവറായി പോവും, അപ്ലോഡിങ്ങിന് ബുദ്ധിമുട്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. So watch out till the end. First question, define financial management and what are the objectives and functions of financial management. So according to Shukla, financial management deals with procurements of funds and their effective utilization of fund in the business. അതായത് how to collect the fund and how to raise the fund and how to effectively utilize such funds. അത് തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഹവാർഡ് ഉപ്റ്റൺ പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ടു ദ ഏരിയാസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. അതാണ് വേറൊരു ഡെഫിനിഷൻ. ഈ രണ്ട് ഡെഫിനിഷൻ അനലൈസ് ചെയ്താൽ നമ്മൾ എത്തുന്നത് ഹൗ ടു കളക്ട് ദ ഫണ്ട്സ് ആൻഡ് ഹൗ ടു എഫക്റ്റീവ്ലി യൂട്ടിലൈസ് സച്ച് ഫണ്ട്സ് തന്നെയാണ്. സോ മെയിനായിട്ട് ഒബ്ജക്റ്റീവ് രണ്ട് തരം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പണ്ട് മുതലേ അറിയുന്നതും ആയ കാര്യങ്ങളാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ആസ് വെൽ ആസ് എംപ്ലോയീസ്, ദ കമ്പനി വാണ്ട്സ് ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മതിയാത്ര പ്രോഫിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയിരിക്കണം. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോൾ എന്താണ് ഈ വെൽത്ത് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ? So according to Solomon Ezra, the main or the ultimate goal of financial management is to maximize the owner's wealth, അല്ലെങ്കിൽ ഓണേഴ്സ് വാല്യൂ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ ഓണേഴ്സ് വെൽത്ത് അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് മാക്സിമൈസേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിലേക്ക് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ എവറി ഫിനാൻഷ്യൽ ഡിസിഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ ഇഫ് ദ ബെനിഫിറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ കോസ്റ്റ്, ദ ഡിസിഷൻ വിൽ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ വെൽത്ത് ആൻഡ് വൈസ് വേഴ്സ. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല, വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയ ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ജനറേറ്റഡ് ബൈ ദ ഡിസിഷൻ. അതായത് ദ എബിലിറ്റി ഓഫ് ദ ഫേം അല്ലെങ്കിൽ ദ കപ്പാസിറ്റി ഓഫ് ദ ഫേം ടു ജനറേറ്റ് ദ ക്യാഷ് ഫ്ലോ. ഇതിൻ്റെയും കൂടിയും അടിസ്ഥാനത്തിലാണ് നമ്മൾ വെൽത്ത് മാക്സിമൈസേഷൻ ഗോൾ പറയുന്നത്. റാദർ ദാൻ ഡിപ്പെൻഡിങ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ്, ഇത്ര എമൗണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നതിന് പകരം ഇത്ര എമൗണ്ട് ഓഫ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ടുണ്ട്. ഇതാണ് ക്യാഷ് ഫ്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ എക്സസ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓവർ ദ കോസ്റ്റ് ഈസ് കോൾഡ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യാം. സോ ദ മെയിൻ ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസ് സച്ച് എ വാല്യൂ. അങ്ങനെയുള്ള വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. അപ്പോൾ ചില ഓതേഴ്സ് പറയുന്നുണ്ട് ഈ വെൽത്ത് മാക്സിമൈസേഷൻ ഗോളാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഗോളിനേക്കാളും കൂടുതൽ സുപ്പീരിയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് രണ്ട് ഒബ്ജക്റ്റീവ്. പിന്നെ അതർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സാധാരണ നമ്മൾ പറയുന്നത് പോലെ ടു പ്രൊക്യൂർ ഫിനാൻസ് അറ്റ് റീസണബിൾ കോസ്റ്റ്, ടു മേക്ക് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, ടു ഡിസൈൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, ടു സെറ്റ് aside the sufficient amount of profit from the profit earned for the future requirements. ഇങ്ങനെയുള്ള അതർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് വാട്ട് ആർ ദ ഫങ്ഷൻസ്. ഇതിൽ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഡിസൈഡിങ് ദ എമൗണ്ട് ഓഫ് ഫണ്ട് റിക്വയർഡ് ഇൻ അഡ്വാൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അങ്ങനെ ഡിസൈഡ് ചെയ്ത സാധനം എത്ര എമൗണ്ട് ഇക്വിറ്റി വഴി കളക്ട് ചെയ്യണം, എത്ര എമൗണ്ട് ബോറോഡ് ഫണ്ട് വഴി കളക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ്. ലോങ് ടേം പർപ്പസിന് വേണ്ടി തീരുമാനിക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ദെൻ മെയിൻറ്റെയിൻ പ്രോപ്പർ ലിക്വിഡിറ്റി. ദെൻ ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ് ഓഫ് സർപ്ലസസ്. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യാം. Then management of cash and financial control. So these are the factors affecting these are the functions of financial management. The next important question is what is capital structure and what are the factors affecting the capital structure and what are the theories of capital structure.
അപ്പോൾ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ മിക്സ് ഓഫ് ബോത്ത് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദ ലോങ് റൺ ആണ്, ഓർ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഡെറ്റ് ഫണ്ട്സ് ആൻഡ് ബോറോഡ് ഫണ്ട്സ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, കൺട്രോൾ, ദെൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറായിട്ട് വരുന്നത്. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി മീൻസ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ടു ബോറോഡ് ഫണ്ട്സ് ഓൺ റീസണബിൾ ബേസിസ് ആണ്. അതായത് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ കൂടുതലായിട്ട് ഡെപ്റ്റ് ഫണ്ട് ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് എത്രത്തോളം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുന്നതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഒരു ഫാക്ടറാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ചില ഇൻവെസ്റ്റേഴ്സ് ഭയങ്കര വെഞ്ചുവർസം ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. വെഞ്ചുവർസം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് സമയവും റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഇക്വിറ്റി ഫണ്ട് ഉപയോഗിക്കുക റാദർ ദാൻ ഡിപ്പെൻഡിങ് അപ്പോൺ ഡെപ്റ്റ് ഫണ്ട്. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഫേമിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഏത് സമയം കിട്ടിയിട്ടില്ലെങ്കിലും അത് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ്. ഇനി അതല്ല ലെസ് കോഷ്യസ് ആയ ആൾക്കാരാണ്, യാതൊരു തരത്തിലുള്ള റിസ്ക് ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്, പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ കൂടുതൽ ഇക്വിറ്റി യൂസ് ചെയ്യുന്നതിന് പകരം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉപയോഗിക്കാം. സോ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഇറ്റ് മേ വാരി. ദെൻ അറ്റ് ദ സെയിം ടൈം ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് പോലെ തന്നെയാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്. അവരുടെ ചില മാനേജ്മെൻറ്റ് ഭയങ്കര കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മാനേജ്മെൻറ്റിലാണെങ്കിൽ യൂസ് ഓഫ് ലെസ് ഡെറ്റ് ദാൻ ഇക്വിറ്റി. അപ്പോൾ അങ്ങനെയുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഉപയോഗിക്കുക, ഡെപ്റ്റ് ഫണ്ട് കുറക്കുക. ഇനി അതല്ല ചില മാനേജ്മെൻറ്റ് അഗ്രസീവ് മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ അത്തരത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ കൂടുതൽ ഡെപ്റ്റ് ഫണ്ട് ഉപയോഗിക്കുക, ഏത് ഒഴിവാക്കുക, പിന്നെ ഇക്വിറ്റി ഫണ്ടിൻ്റെ എമൗണ്ട് കുറക്കുക. അതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി. നമുക്കറിയാം നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ന്യൂ ഫണ്ട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ വേണ്ട തരത്തിലുള്ള ഹൗ മച്ച് ഓഫ് ദി എമൗണ്ട് റിക്വയർഡ് ഫോർ മീറ്റിംഗ് കണ്ടിൻജൻസീസ് അല്ലെങ്കിൽ ഫോർ മീറ്റിംഗ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് അത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അത് സ്വരൂപിക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുക ക്യാപിറ്റൽ സ്ട്രക്ചറിന്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ, അതായത് ഐഡിയ ഓഫ് റീറ്റെയിനിങ് കൺട്രോൾ. ആരുടെ കയ്യിലാണ് ബിസിനസ്സിൻ്റെ കൺട്രോൾ വേണ്ടത്? അപ്പോൾ പ്രൊമോട്ടേഴ്സ് അവരുടെ കയ്യിൽ കൺട്രോൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് നമ്മൾ മുമ്പേ പഠിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. NI, NOI, ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് MM അപ്രോച്ച്. NI മീൻസ് സ്പീഡാക്കുന്നത് കൊണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. NI മീൻസ് നെറ്റിംഗ് അപ്രോച്ച്. അപ്പം ഇത് കൊണ്ടുവന്നത് ഡേവിഡ് ഡുറാൻഡ് ആണ്. അക്കോർഡിംഗ് ടു ഹിം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നതാണ് NI പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഡെപ്റ്റ് ബോറോയിങ്സിന് ഇൻട്രസ്റ്റ് ഒരു ഒബ്ലിഗേറ്ററി പേയ്മെൻറ്റായി മാറും. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് എത്രത്തോളം ഡെപ്റ്റ് ബോറോയിങ്സ് നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് ടാക്സ് കുറക്കാൻ വേണ്ടി പറ്റും, ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ടാക്സ് കുറക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ് സോളമൻ എസ്ര NI അപ്രോച്ച് കൊണ്ടുവന്നത്. ദെൻ NOI അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതും സോളമൻ എസ്ര അല്ല, ഡേവിഡ് ഡുറാൻഡ്. ദെൻ NOI അപ്രോച്ചും കൊണ്ടുവന്നത് ഡേവിഡ് ഡുറാൻഡ് തന്നെയാണ്. അത് ഇതിൻ്റെ NIൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്താലും നമ്മൾ ഫേമിൻ്റെ വാല്യൂവിന് യാതൊരു തരത്തിലുള്ള എഫക്റ്റും അല്ലെങ്കിൽ അതൊരു ചേഞ്ചും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ റിസ്ക് ലെവൽ കൂടും. അപ്പോൾ റിസ്ക് ലെവൽ കൂടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കൂടും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കൂടുമ്പോൾ ഒബ്വിയസ്ലി ഫേമിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ NOI അപ്രോച്ച് ഇറലവൻസ് തിയറി അപ്രോച്ചാണ്. കാരണം ഈ ഡെപ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഫേമിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. അത് ഇറലവൻസ് തിയറി അപ്രോച്ചും. വേറെ NI അപ്രോച്ച് റെലവൻസ് തിയറി അപ്രോച്ചാണ്. ഡെപ്റ്റിൻ്റെ കൂടുതൽ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഫേമിൻ്റെ വാല്യൂ കൂട്ടാൻ പറ്റും. ദെൻ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സഡ് ഫോമാണ്, ഒരു കമ്പൈൻഡ് ഇഫക്റ്റാണ്. അതായത് നമ്മുടെ ഡെപ്റ്റിൻ്റെ കണ്ടൻറ്റ് ചില സർട്ടൺ ലിമിറ്റ് വരെ നമ്മൾ ഇൻക്രീസ് ചെയ്തതിനാൽ ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് കുറക്കാനും ഫേമിൻ്റെ വാല്യൂ കൂട്ടാനും
പറ്റുമെന്നാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. പിന്നെ അപ്രോച്ച്, മോഡിഗ്ലാനി ആൻഡ് മെർട്ടൺ മില്ലൻ അപ്രോച്ച്. ഇവിടെ പറയുന്നത് 2 രീതിയിലാണ്, അതായത് 2 പ്രപ്പോസിഷനാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ടാക്സിൻ്റെ കണ്ടൻറ്റ് ഉള്ളതും ടാക്സിൻ്റെ കണ്ടൻറ്റ് കോർപ്പറേറ്റ് ടാക്സ് ഇല്ലാത്തതും. അപ്പോൾ ടാക്സിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണെങ്കിൽ അത് NI അപ്രോച്ചിനോടും ടാക്സിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്തതാണെങ്കിൽ NOI അപ്രോച്ചിനോടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലിവേർഡ് ഫേം, അൺലിവേർഡ് ഫേം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതാണ് അപ്രോച്ച്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇത് ജസ്റ്റ് പിന്നെ തൊട്ട് മുമ്പത്തെ അല്ല അതിന് മുമ്പത്തെ വീഡിയോയിലുണ്ട്, നിങ്ങളതിൻ്റെ ലിങ്ക് കയറി കണ്ട് നോക്കുക, എൻ്റെ ചാനൽ കണ്ട് കയറി നോക്കുക. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ലിവറേജ് എന്ന് പറഞ്ഞാൽ. സോ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് എ ഫേം യൂസസ് ടു ഫിനാൻസ് ദ അസറ്റ്. നമ്മൾ എത്രത്തോളം ഡെറ്റ് ഫണ്ട് നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഫേമിലെ അസറ്റിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുള്ള ഒരു മെഷർമെൻ്റാണ് ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ ഇറ്റ് മീൻസ് ദ യൂസ് ഓഫ് ബോറോഡ് മണി ടു മേക്ക് മോർ മണി. അതായത് ബോറോഡ് ഫണ്ട് ഉപയോഗിച്ചിട്ട് എത്രത്തോളം കൂടുതൽ ഫേമിന് മണി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മെഷർ ചെയ്യാൻ നമ്മൾ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പിന്നെ അങ്ങനെ ചെയ്തതിനാൽ പിന്നെ നമ്മൾക്ക് ലിവറേജ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ദെർബൈ ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ബോറോഡ് ഫണ്ട് ഉപയോഗിച്ചാൽ നമ്മൾ ഫേമിന് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദെർബൈ ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ പറ്റും എന്നാണ് ലിവറേജ്. അപ്പോൾ അങ്ങനെ 3 തരത്തിൽ ലിവറേജ് ഉണ്ട്: ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ടു മേക്ക് മോർ മണി ബൈ യൂസിങ് ബോറോഡ് മണി ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ദിസ് ഇസ് സോ കോൾഡ് ബിക്കോസ് ദ ലോൺ act like a lever in the capital structure. That is financial leverage shows how much debt fund should employ in the capital structure. Capital structure എത്രത്തോളം ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ എന്താണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്? അതായത് നമ്മൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക, അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് കിട്ടും. ആ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസിനെ ഏതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഏർണിങ്സ് ബിഫോർ ടാക്സസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താണ് ഏർണിങ്സ് ബിഫോർ ടാക്സസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ് ഏർണിങ്സ് ബിഫോർ ടാക്സ്. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന ഫിഗറാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് that is if the rate of return on investment is greater than the rate of return on debt. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഡെപ്റ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണെന്നും അതർവൈസ് ഇറ്റ് ഈസ് അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ കൂടുതൽ ഫിനാൻഷ്യൽ ലിവറേജ് നല്ലത് നല്ല പ്രോജക്റ്റാണ് അല്ലെങ്കിൽ നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെന്നുള്ള തീരുമാനത്തിലെത്തും. അല്ല, ഫിനാൻഷ്യൽ ലിവറേജ് ഏറ്റവും അറ്റ്മോസ്റ്റ് ഹൈ ആകുന്നതോളം നമ്മൾ കമ്പനിക്ക് ഒരു ബാഡ് സിഗ്നലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലാർജ് കണ്ടൻറ്റ് ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. കൂടുതൽ നമ്മൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിങ്, അതായത് നമ്മൾ റെഗുലർലി ഇത്ര എമൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വഴിയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണ് നല്ലത്. അപ്പോൾ ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഫിക്സഡ് കോസ്റ്റ് ആർ ബീയിങ് യൂസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നത് മെഷർ ചെയ്യാനാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സോ ഇറ്റ് ഷോസ് ഹൗ എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് വോളിയം വിൽ അഫക്റ്റ് ദ പ്രോഫിറ്റ്. ഹൗ എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് വോളിയം വിൽ അഫക്റ്റ്. അപ്പോൾ സെയിൽസിലുണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണ് പ്രോഫിറ്റിൽ ചേഞ്ചസ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജിലൂടെ പഠിക്കാൻ പറ്റും. ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ആണ്. എബിറ്റ് മീൻസ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. ദെൻ കോൺട്രിബ്യൂഷൻ മീൻസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു മിക്സഡ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലൈഡ് ഫിഗറാണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ മൾട്ടിപ്ലൈഡ് ഫിഗർ ഓഫ് ബോത്ത് ഓപ്പറേറ്റിംഗ് ലിവറേജസ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ ഫോർമുല അതുപോലെ തന്നെയാണ് വരുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുലയിൽ പഠിച്ചത് എബിറ്റ് ഡിവൈഡ് ബൈ ഇബിറ്റി ആണ്. അതുപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുലയിൽ നമ്മൾ പഠിച്ചത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നോക്കുക. അപ്പോൾ പിന്നെ ന്യൂമറേറ്ററായ
ഫസ്റ്റത്തെ അതായത് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ന്യൂമറേറ്ററായ എബിറ്റും പിന്നെ അതുപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജായ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ന്യൂമറേറ്ററായ എബിറ്റും അതുപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ പിന്നെ ന്യൂമറേറ്ററായ എബിറ്റും രണ്ടിടത്തും എബിറ്റ് വരുന്നുണ്ട്. അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ഇൻറ്റു എബിറ്റ് ഡിവൈഡ് ബൈ ഇ ബി ടി ആണ്. അപ്പോൾ ഈ പിന്നെ രണ്ട് ന്യൂമറേറ്റർ എബിറ്റും ഡിനോമിനേറ്റർ എബിറ്റും ഒരുപോലെ വരുന്നത് കാരണം അത് കട്ട് ചെയ്താൽ ബാക്കി നമ്മളെ കയ്യിൽ വരുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഇ ബി ടി ആണ്. അതിനെയാണ് ഈ കമ്പൈൻഡ് ലിവറേജിൻ്റെ ഫോർമുല കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഇ ബി ടി, ഏർണിങ്സ് ബിഫോർ ടാക്സസ്, അതായത് ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആണ് ഏർണിങ്സ് ബിഫോർ ടാക്സസ് എന്ന് പറഞ്ഞാൽ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേമാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ഏരിയയാണ് എബിറ്റ് ഇ പി എസ് അനാലിസിസ്. എബിറ്റ് ഇ പി എസ് അനാലിസിസ് ശരിക്കും പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ടൂളാണ്. എന്തിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് ടൂൾ ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് ദാറ്റ് ഇവാലുവേറ്റ്സ് വേരിയസ് ആൾട്ടർനേറ്റീവ് ഓഫ് ഫിനാൻസിങ് എ പ്രോജക്റ്റ് അണ്ടർ വേരിയസ് ലെവൽസ് ഓഫ് EBIT. അതായത് നമ്മൾ പ്രോജക്റ്റിന് ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സയൻറ്റിഫിക് ടൂളാണ് എബിറ്റ് ഇ പി എസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. വേരിയിങ് ലെവൽസ് ഓഫ് EBIT എന്നിട്ട് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ബെസ്റ്റ് വൺ ഏതാണ് സജസ്റ്റ് ചെയ്യണം. ആൻഡ് സജസ്റ്റ് ദ ബെസ്റ്റ് വൺ ഹാവിങ് ദ ഹയസ്റ്റ് EPS. കൂടുതൽ EPS ഉള്ള പ്രോജക്റ്റ് ഏതാണോ, പ്രോജക്റ്റ് പ്രപ്പോസൽ ഏതാണോ അത് ബെസ്റ്റ് എന്നുള്ളൊരു തീരുമാനത്തിലെത്തണം. ആൻഡ് ഓൾസോ ഇറ്റ് എക്സാമിൻസ് ദ ഇഫക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഓൺ the EPS with varying levels of EBIT or alternative financial plan. It examines the effect of financial leverages on the EPS, earnings per share ൻ്റെ മുകളിലുള്ള നമ്മൾ ഈ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇഫക്റ്റ് കൂടി മനസ്സിലാക്കുന്നുണ്ട് ഏതിൻ്റെ എബിറ്റ് ഇ പി എസ് അനാലിസിസിലൂടെ. അതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് വാട്ട് ആർ ദ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് മെത്തേഡ്സ്. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടഡ് മെത്തേഡ്സ് ആണ് നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്നത് പിന്നെ സെൻസിറ്റിവിറ്റി അനാലിസിസും ദെൻ ഡിസിഷൻ ട്രീ അനാലിസിസാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആൻഡ് എന്താണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് നോക്കാം. അപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ്സിൽ വരുന്നതാണ് ഒന്ന് സെൻസിറ്റിവിറ്റി അനാലിസിസ്, ദെൻ രണ്ടാമത്തെ ഡിസിഷൻ ട്രീ അനാലിസിസ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂനെ കൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ വരുന്ന ഇമ്പാക്റ്റ് ഒരു പ്രത്യേക ഗിവൺ സെറ്റ് ഓഫ് അസംഷൻസ് വെച്ചിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലുണ്ടാകുന്ന വാല്യൂവിൻ്റെ എഫക്റ്റ് മൂലം ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിസ്ക് അഡ്ജസ്റ്റഡ് ടെക്നിക്കാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ. It works on the simple principle that change the model and observe the behavior. Change the model and observe the behavior. അതായത് ഇൻപുട്ട് വേരിയബിൾസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിലുണ്ടാകുന്ന ഇഫക്റ്റ് ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ളത് ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഹൗ ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു എ പെർട്ടിക്കുലർ ഇൻപുട്ട് വേരിയബിൾ ബേസ്ഡ് ഓൺ എ സർട്ടൺ അസംഷൻ. അതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ് ഓൾസോ നോൺ ആസ് വാട്ട് ഇഫ് അനാലിസിസ്. എന്തുകൊണ്ടാണ് സെൻസിറ്റിവിറ്റി അനാലിസിസിനെ വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി സിസ്റ്റം ഓർ ആൻ ആക്ടിവിറ്റി. അതായത് ഏത് സിസ്റ്റത്തിനായാലും ഏത് ആക്ടിവിറ്റി ആയാലും നമ്മൾ വീട്ടിലുള്ള ഏതൊരു ആക്ടിവിറ്റി ആയാലും, അതായത് നമ്മളിപ്പം ഒരു വെക്കേഷൻ നമ്മളിപ്പോൾ ടൂറിന് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അത് മുതൽ നമ്മൾ പിന്നെ മേജറായിട്ടുള്ള ഡിസിഷൻ, അതായത് കോർപ്പറേറ്റ് ലെവലിൽ മേജറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വരെ ആ ഏരിയാസിൽ വരെ നമുക്ക് ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ് ഉപയോഗിക്കാം. അതുകൊണ്ട് ഏത് സിറ്റുവേഷനിലായാലും ഏത് സർക്കംസ്റ്റൻസിലായാലും നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇഫക്റ്റ് മൂലം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒരു പ്രത്യേക അസംഷനിൽ വെച്ചിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് ഇതിനെ വാട്ട് ഇഫ് അനാലിസിസ് WHAT-IF വാട്ട് ഇഫ് അനാലിസിസ് എന്നുകൂടി പറയാം. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് എ ഡീറ്റെയിൽഡ് സ്റ്റഡി അബൌട്ട് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ എഫക്റ്റ് മൂലം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പഠിക്കാൻ പറ്റുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ നല്ല രീതിയിലുള്ള അസോസിയേഷൻസ്
എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തീരുമാനിക്കാനും ഈ സെൻസിറ്റിവിറ്റി അനാലിസിസിലൂടെ നമുക്ക് പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റിഗ്രഷൻ അനാലിസിസ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെൻസിറ്റീവ് അനാലിസിസ്. അവിടെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇമ്പാക്റ്റ് മൂലം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെൻസിറ്റീവ് അനാലിസിസ്. ദെൻ നെക്സ്റ്റ് പിന്നെ റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ്സ് ആണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ദാറ്റ് ആർ അവൈലബിൾ ടു സോൾവ് എ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരുപാട് സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ദ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ട്രീൻ്റെ ഫോമാറ്റിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് പോലെ ആണ് നമ്മൾ ഇത് പിന്നെ പിക്ടോറിക്കലി നമ്മൾ മെഷർ ചെയ്യാം. ക്യാരക്ടറൈസ്ഡ് ബൈ എ ട്രീ ലൈക്ക് സ്ട്രക്ചർ ഇൻ വിച്ച് ദി പ്രോബ്ലംസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ബി സീൻ ഇൻ ദ ഫോം ഓഫ് ഫ്ലോ ചാർട്ട്. അതായത് നമ്മൾ ആ പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ സെൻസ് ദാറ്റ് ആ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ ഓരോന്നും നമ്മൾ ഡിസിഷൻ ട്രീൻ്റെ ഫോമിൽ ഫ്ലോ ചാർട്ടിൽ നമ്മളത് ഷോ ചെയ്യുന്നുണ്ട്. ഈച്ച് വിത്ത് ബ്രാഞ്ചസ് ഫോർ ഓൾട്ടർനേറ്റീവ് ചോയ്സസ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും, ഓരോ ട്രീൻ്റെ ബ്രാഞ്ചിലും നമ്മൾ വരുന്നത് ഓരോ ചോയ്സാണ്. ആ ചോയ്സ് പിക്ടോറിക്കലി നമ്മൾ അല്ലെങ്കിൽ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസിഷൻ ട്രീ അനാലിസിസിൽ നമ്മൾ പറഞ്ഞു ഒരു ട്രീൻ്റെ ഫോമാറ്റിലാണ് എല്ലാ ഓൾട്ടർനേറ്റീവ് ചോയ്സസ് നമ്മൾ ആ ട്രീൻ്റെ ഉള്ളിലെ ഓരോ ബ്രാഞ്ചസിലാണ് നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് ചോയ്സുകൾ നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ദർ ആർ സെവറൽ വേസ് ഇൻ വിച്ച് എ ഡിസിഷൻ ട്രീ ക്യാൻ ബി റെപ്രസെൻറ്റഡ്. പല രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് അനാലിസിസ് കോമൺലി റെപ്രസെൻറ്റഡ് ബൈ ഐദർ ബൈ ലൈൻസ്, സ്ക്വയേഴ്സ് ആൻഡ് സർക്കിൾസ് ഉപയോഗിക്കാം. ദ സ്ക്വയേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ദ ഡിസിഷൻ, തീരുമാനത്തിനെയും. ലൈൻസ് റെപ്രസെൻറ്റ്സ് ദ കോൺസിക്വൻസസ്, ആ തീരുമാനത്തിലുണ്ടാകുന്ന അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിനെയും. അതുപോലെ സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അൺസർട്ടൺ ഔട്ട്കംസ്. അപ്പോൾ നമ്മൾ റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ്സ് ആണ് ഇത്. അപ്പോൾ എത്രത്തോളം അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ള അൺസർട്ടൺ ഔട്ട്കംസ് ഏതാണ് മെഷർ ചെയ്യുന്നതാണ് സർക്കിൾ. So by keeping the lines as far as apart from the as possible, there will be plenty of space to add new considerations and ideas. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസിഷൻ ട്രീ അനാലിസിസ് നമ്മൾ പിന്നെ ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ ലൈനായിട്ടും അതുപോലെ തന്നെ സ്ക്വയേഴ്സായിട്ടും അതുപോലെ തന്നെ നമ്മൾ പിന്നെ സർക്കിളായിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ഡിസിഷൻ ദാറ്റ് നീഡ്സ് ടു ബി മെയ്ഡ് ഇൻ ദ സ്ക്വയർ. നമുക്ക് ഏതിനെ കുറിച്ചാണോ തീരുമാനം എടുക്കുന്നത് സ്ക്വയറിൽ മെഷർ ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യുക, ഡ്രോ വേരിയസ് ലൈൻസ് ഫ്രം ദ സ്ക്വയർ ആൻഡ് റൈറ്റ് ദ പോസിബിൾ സൊല്യൂഷൻ. ആ സ്ക്വയറിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുക, വേരിയസ് ലൈൻസ് ഫോം ചെയ്യുക. ദ നെക്സ്റ്റ് പുട്ട് ദ ഔട്ട്കം ഓഫ് ദ സൊല്യൂഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ. ലൈനിൻ്റെ താഴെ നമ്മൾ ഔട്ട്കം മെൻഷൻ ചെയ്യാം. ദെൻ അൺസർട്ടൺ ഓർ അൺക്ലിയർ ഡിസിഷൻസ് ആർ പുട്ട് ഇൻ ദ സർക്കിൾ. അപ്പോൾ നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ടാവും, പിന്നെ ക്ലിയർ അല്ലാത്ത തരത്തിലുള്ള. അപ്പോൾ അത് നമ്മൾ അൺസർട്ടനിറ്റി സർക്കിളിൽ മെഷർ ചെയ്യാം. എന്നിട്ടോ ഈച്ച് ഓഫ് ദ സ്ക്വയേഴ്സ് ആൻഡ് സർക്കിൾസ് ആർ റിവ്യൂഡ് ക്രിട്ടിക്കലി. അപ്പോൾ ഓരോ സർക്കിളും ഓരോ സ്ക്വയർ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. അപ്പോൾ സ്ക്വയറിൽ എന്താണ് എഴുതുന്നതെന്ന് മനസ്സിലായി. സ്ക്വയറിൽ നമ്മൾ എഴുതുന്നത് ഡിസ്ക്രൈബ് ദ ഡിസിഷൻ ദാറ്റ് നീഡ്സ് ടു ബി മെയ്ഡ് ഇൻ ദ സ്ക്വയർ. സ്ക്വയറിൽ നമ്മൾ തീരുമാനങ്ങളും അതുപോലെ സർക്കിളിൽ നമ്മൾ എഴുതുന്നത് നമ്മൾ പിന്നെ നമ്മളെടുക്കുന്ന ആ കോൺസിക്വൻസസ് ആണ് സർക്കിൾ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്തുകൊണ്ടേ നിൽക്കുക. എന്നിട്ട് സോ ദാറ്റ് ദ ഫൈനൽ ചോയ്സ് ക്യാൻ ബി മെയ്ഡ്. എന്നിട്ട് അതിൽ ബെസ്റ്റ് ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് റിസ്ക് അഡ്ജസ്റ്റഡ് ടെക്നിക്സ്. അപ്പോൾ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്ക് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ് മെയിനായിട്ട് ഉള്ള ടെക്നിക്സ് ഏതൊക്കെയാണ്. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന പേ ബാക്ക് മെത്തേഡ്, ARR ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, 3 തരത്തിൽ പേര് പറയാം. ദെൻ NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, ദെൻ അതുപോലെ IRR ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ദെൻ PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക. എന്താണ് പേ ബാക്ക് പീരീഡ്? ഇറ്റ് ഈസ് എ പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പിന്നെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എത്ര കാലത്തിനുള്ളിൽ നമുക്ക് പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ടൈം പീരീഡാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ. സോ ഇൻ ഷോർട്ട് ഇറ്റ് ഇസ് എ പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ദ കോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്
under this method the cash inflow includes the operating profit before depreciation and amortization of intangible assets but after tax. അതാണ് ഇവിടുത്തെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് 1 lakh ആണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ 1 lakh എത്ര നാളത്തിൻ്റെ ഉള്ളിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ നമുക്ക് ഓരോ വർഷവും ക്യാഷ് ഇൻഫ്ലോ എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്ര വർഷം കൊണ്ട് ഇത് റീകൂപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുന്നത്. ഇപ്പോൾ ഓരോ വർഷവും 20,000 രൂപയാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ 5 വർഷത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ പറയുന്ന 1 lakhൻ്റെ പ്രോജക്റ്റ് നമുക്ക് 20,000 × 5 1 lakh ആകുന്നത്. അപ്പോൾ ഈ 1 lakhനെ നമ്മൾ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ കിട്ടുന്ന 5 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പേ ബാക്ക് പീരീഡ് മെത്തേഡ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ ചില കേസിൽ എല്ലാ വർഷവും ഒരേപോലെ 20,000 രൂപ തന്നെ ഏണിങ്സ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവിടുത്തെ ക്യാഷ് ഇൻഫ്ലോ അൺഈവൻ ആകും. അപ്പോൾ അൺഈവൻ ആകുന്ന കേസിൽ ഇഫ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈവൻ this formula, that is original cost of the project divided by annual cash inflow, cannot be applied. അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇറ്റ് ഈസ് ascertained by adding up the figure of net cash inflow until the total is equal to initial investment. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷത്തിൽ അല്ലെങ്കിൽ ഓരോ മാസത്തിലുണ്ടാകുന്ന ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള അൺഈവൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ആഡ് ചെയ്തിട്ട് എപ്പോഴാണോ നമ്മൾ ഈ ക്യാഷ് ഇൻഫ്ലോൻ്റെ ടോട്ടൽ നമ്മൾ ഒറിജിനൽ കോസ്റ്റിന് ഈക്വൽ ആകുന്നത് അവിടെ കൊണ്ട് നമ്മൾ അവിടെ നിർത്തും. അതാണ് ക്യാഷ് ഇൻഫ്ലോ അൺഈവനായ കേസിൽ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് പേ ബാക്ക് പീരീഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഷോർട്ടർ ദ പേ ബാക്ക് പീരീഡ് ദ ബെറ്റർ ദ പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെ 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് നമ്മൾ ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് പേ ബാക്ക് പീരീഡ് കുറവുള്ള പ്രോജക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതാണ് അതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല പേ ബാക്ക് പീരീഡിൽ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംപ്ലീറ്റ്ലി ഇഗ്നോർസ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡ്. നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അൺഈവൻ ക്യാഷ് ഇൻഫ്ലോൻ്റെ കേസിൽ എപ്പോഴാണോ നമ്മൾ ഒറിജിനൽ കോസ്റ്റിന് ഈക്വൽ ആകുന്നത് അപ്പം കൊണ്ട് നമ്മൾ അവിടെ നിർത്തും. പിന്നെ അതിനുശേഷം ആ പ്രോജക്റ്റിന് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡിൻ്റെ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് പേ ബാക്ക് പീരീഡ്. ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ARR മെത്തേഡാണ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റയർ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അതായത് നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒറിജിനൽ ക്യാഷ് ഇൻഫ്ലോ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പേ ബാക്കിൽ. പക്ഷേ ഇവിടെ ആ പ്രോജക്റ്റിൻ്റെ എൻ്റയർ ലൈഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന പേരും കൂടി പറയാം. സോ ഇത് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ആണ്. അപ്പോൾ എന്താണ് ആവറേജ് ഇൻകം, എന്താണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. ആവറേജ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആവറേജ് ഇൻകം ഓർ റിട്ടേൺ ഈസ് കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് ഓൾ ദ ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ഡിവൈഡിങ് ദം ബൈ പ്രോജക്റ്റ് ലൈഫ്. അതായത് നമുക്ക് കിട്ടുന്ന എല്ലാ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, അതായത് ഡിപ്രീസിയേഷൻ ചാർജിന് ശേഷമുള്ള ഏർണിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ പ്രോജക്റ്റ് ലൈഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനാണ് ആവറേജ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് ഇൻകം എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ്, അതിൻ്റെ ആവറേജാണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. So average is the simple average of cost of investment at the beginning and the cost of investment at the end. അതാണ് പിന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് ഇൻകത്തിന് അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ദ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രീ സ്പെസിഫൈഡ് കട്ട് ഓഫ് റേറ്റ് ആൻഡ് ഇഫ് ദിസ് ആവറേജ് റേറ്റ് ഈസ് അബവ് ദ കട്ട് ഓഫ് റേറ്റ് ദെൻ ദ പ്രോജക്റ്റ് വിൽ ബി സെലക്റ്റഡ് ആൻഡ് വൈസ് വേഴ്സ. അതാണ് അതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ. ദെൻ നമ്മൾ നെക്സ്റ്റ് ടെക്നിക്ക് പറയുന്നത് NPV മെത്തേഡാണ്. NPV എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോസ് ആർ കമ്പയർഡ് അഗെയിൻസ്റ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന റിട്ടേൺ, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റാണ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ. ആൻഡ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇസ് കോൾഡ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ
ഇഫ് ദ NPV ഓഫ് ദ പ്രോജക്റ്റ് ഇസ് നെഗറ്റീവ് ഇറ്റ് ഈസ് റിജക്റ്റഡ്. ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യുക. അതർവൈസ് പോസിറ്റീവ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. വേറൊരു തരത്തിൽ പറഞ്ഞാൽ രണ്ട് പ്രോജക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ NPV കൂടുതൽ, ഇപ്പോൾ രണ്ടും പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആകുന്ന കേസിൽ ഏതാണോ വലുത് വരുന്നത്, ഹയസ്റ്റ് NPV വരുന്നത്, ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അതാണ് NPV മെത്തേഡ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് IRR മെത്തേഡ്, അതായത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അതാണ് IRR മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ IRR മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് NPV മെത്തേഡിൻ്റെ ഡ്രോബാക്ക് എന്നാണ് ഈ മെത്തേഡ് ഒറിജിൻ ചെയ്തത്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ഇൻഡിക്കേറ്റ്സ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ഓഫ് എ പ്രോജക്റ്റ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ പ്രോജക്റ്റ്. അതായത് NPVയിൽ നമ്മൾ ഒരിക്കലും റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ പ്രോജക്റ്റ് പറയുന്നില്ല. അപ്പോൾ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രോജക്റ്റ്, എസ്റ്റിമേറ്റഡ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ ആർ ഡിസ്കൗണ്ടഡ് അറ്റ് വാരിയസ് റേറ്റ് ടിൽ ദ റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് വിച്ച് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് or the net present value becomes 0. Such a rate is called internal rate of return. അപ്പോൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ കേസിൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ മീൻസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രോജക്റ്റ്, എസ്റ്റിമേറ്റഡ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ ആർ ഡിസ്കൗണ്ടഡ് അറ്റ് വേരിയസ് റേറ്റ്. അതായത് ഓരോ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ഡിസ്കൗണ്ടഡ് റേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഡിസ്കൗണ്ട് ചെയ്യും. എന്നിട്ട് അത് ചെയ്തിട്ട് till obtained at which the present value of cash inflow is equal to the, അങ്ങനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എപ്പോഴാണോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആകുന്നത്, അപ്പോൾ ആ റേറ്റിനാണ്, ഏത് റേറ്റിലെത്തുമ്പോഴാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റിന് ഈക്വൽ ആകുന്നത്, ആ റേറ്റാണ് നമ്മൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ, IRR എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് വിച്ച് ദ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. IRR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് IRR എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ IRR കൂടുതലുള്ള പ്രോജക്റ്റ് ആയിരിക്കും നല്ല പ്രോജക്റ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ വരുന്നത്. ദാറ്റ് ഈസ് ദി കാൽക്കുലേറ്റഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് കമ്പയർഡ് വിത്ത് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് IRR ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ദാറ്റ് പ്രോജക്റ്റ് ഈസ് ആക്സെപ്റ്റഡ്. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ദാറ്റ് പ്രോജക്റ്റ് ഈസ് റിജക്റ്റഡ്. അതാണ് IRRൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് PI, ഇതിൻ്റെ വേറൊരു പേരാണ് ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് PI എന്ന് പറഞ്ഞാൽ? ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. It is particularly useful to compare the projects having different investment outlay. അതായത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ഉള്ള പ്രോജക്റ്റിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഓർ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഫോർമുല പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓർ PI ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതാണ് PI കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് an important feature of profitability index is that it can also explain the NPV position. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പൊസിഷനും കൂടി ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ എടുക്കുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോവും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. Then that is profitability index is equal to 1 ആണെങ്കിൽ, PI is equal to 1 ആണെങ്കിൽ then NPV will be equal to 0 ആയിരിക്കും. PI ഒന്നായ പ്രോജക്റ്റിൻ്റെ NPV എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ then NPV will be പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ആൻഡ് ഇഫ് ദ PI ഈസ് ലെസ് ദാൻ 1 ആണ്, ഒന്നിനേക്കാൾ ചെറിയ PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണെങ്കിൽ NPV will be നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ PI ഇൻഡെക്സ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ അപ്രൈസിങ് ദ പ്രോജക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പ്രോഫിറ്റബിലിറ്റീൻ്റെ ബേസിൽ അപ്രൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് PI ഓർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ.
സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഇതൊക്കെ ആണ് നമ്മളെ അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫോർ ദ കമ്മിങ് PSC എക്സാം. പറഞ്ഞ ഡേറ്റ് ചെയ്താൽ എടുക്കാനായി. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആദ്യം, ബേസിക് കാര്യങ്ങളൊക്കെ ആദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫാക്ടേഴ്സും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും കൂടിയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആൻസർ പാർട്ടും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൈൻഡ്ലി സപ്പോർട്ട് മീ ആൻഡ് വാച്ച് ടിൽ ദ എൻഡ്. ഓക്കെ.